പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു കൂട്ടുകറിയാണ്. ഇപ്പോൾ ഓണത്തിന് സദ്യക്കൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് കൂട്ടുകറി. ഒരു കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തലേ രാത്രിയെ കുതിർത്തിട്ട കടല, ഒരു കപ്പ് കടലയാണ്. അത് നമ്മളൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ഇടുന്നു. കടല, കായ, ചേന, ഈ 3 വിഭവങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടുകറി തയ്യാറാക്കുന്നത്. കടല എളുപ്പം നമുക്ക് കഴുകി വാരിയിട്ടാൽ മതി. കുതിർന്ന കടലയാണ്. അപ്പോൾ കടലയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചേന നുറുക്കണം. കുറച്ച് ചൊറിയുന്ന പരിപാടിയാണിത്. അപ്പോൾ കുറച്ച് കയ്യിൽ എണ്ണയാക്കിയാൽ കുറച്ച് കുറഞ്ഞ് കിട്ടും. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അര കിലോ ചേനയും 2 കായ ആണ് ഉപയോഗിക്കുന്നത്. 2 നേന്ത്രക്കായ. എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക. ചേന കൂട്ടുകറിക്ക് മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. എല്ലാം കൂടി കുക്കറിലേക്ക് ഇടുക. നല്ല രസമുള്ളൊരു കറിയാണിത്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ സദ്യയിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള കറിയാണ് കൂട്ടുകറി. കൂട്ടുകറിയിലിടുന്ന കൂട്ടുകൾക്ക് ദേശത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ തൃശ്ശൂർ ദേശത്ത് വയ്ക്കുന്നത് പോലെയാണ് വയ്ക്കുന്നത്. നല്ല രസമുള്ള കറിയാണ് കൂട്ടുകറി. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ചേന മുറിച്ചെടുക്കുക. അര കിലോ ചേന കൊണ്ടാണ് വെക്കുന്നത്. നല്ല രസമുള്ള കറിയാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മളുടെ പച്ചക്കറികളുടെയൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഇനി 2-4 പച്ചമുളകും കൂടി അതിലേക്ക് മുറിച്ചിടണം. കൂടെ കഴിഞ്ഞു. കുറച്ച് കറിവേപ്പിലയും വേണം. കൂട്ടുകറിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പിടി തേങ്ങ വറുത്ത് എടുത്ത് വെക്കണം. ചെറിയൊരു മുറി തേങ്ങ വറുത്ത് ബ്രൗൺ കളറാക്കി വെക്കണം. ഇനി നമ്മുടെ പച്ചക്കറികളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒക്കെ നമ്മൾ ചേർക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പിടുക. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. കാരണം 1 കിലോ ചേനയും 2 കായയും 1 കപ്പ് കടലയും.
1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്, അത് എരിവ് മതിയാകും. കുറച്ച് മല്ലിപ്പൊടി ഇടുക, 1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇടുക. അപ്പോൾ അതൊക്കെ ചൂടാക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടീൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് വെള്ളം, കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 4-5 വിസിൽ വേവിക്കുക. അപ്പോഴേക്കും കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളുടെ കറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നാല് വിസിലോ 5 വിസിലോ വരെ വേവിക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് വെന്തിട്ടുണ്ട്. ഇനി പതുക്കെ അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം ശർക്കര, ഒരു പൊട്ട് ശർക്കരയും അതിൽ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു മധുരം അതിൽ വേണം. അപ്പോൾ തേങ്ങ നമ്മൾ നല്ല വറുത്തിട്ടാണ് ഇതിലേക്ക് ഇടുക. വെറുതെ ഇട്ട് കൊടുത്താൽ പോരാ, നല്ല ചുവപ്പ് കളറാക്കണം ചൂടാക്കിയിട്ട്. അങ്ങനെ നമുക്കത് നല്ലോണം ഇളക്കി കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളറ്, നല്ല ഇളം ചുവപ്പ് കളറാകുമ്പോഴേക്കും നമ്മൾ അതിനെ അങ്ങോട്ട് കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എരിശ്ശേരിക്കൊക്കെ വറുക്കണ പോലെ തന്നെ, അരയ്ക്കണ്ട, അങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല രസമുള്ളൊരു കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കൂട്ടുകറി. ഇതൊക്കെ വല്ലപ്പോഴും മാത്രമല്ലേ, നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ അധികം പണിയെടുക്കുന്ന കറികളൊന്നും ഉണ്ടാക്കില്ലല്ലോ. സദ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കും. സദ്യയും ഓണാഘോഷങ്ങളും ഒക്കെ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ സുഖമാണ്. ഒരാൾ തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം വളരെ കഷ്ടപ്പാട് തന്നെയാണ്. എളുപ്പത്തിൽ പണി തീർക്കാവുന്ന ഓരോ വഴികളൊക്കെ നമ്മളപ്പം സ്വയം കണ്ടെത്തും. അങ്ങനെ നമ്മുടെ കൂട്ടുകറിക്കുള്ള തേങ്ങ വറുത്തതാണത്. ഇത് ആ കറിയിലേക്ക് ചൊരിയാണ് ചെയ്യുക. വേറൊന്നും ചെയ്യാനില്ല, ചുവന്ന പോലെ വറുക്കുന്നു, അതിലേക്ക് ഇടുന്നു. ഒപ്പം ഒരു കഷ്ണം, ഒരു പൊട്ട് ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കടുകും മുളകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ വറുത്തിട്ട് അതും അതിലേക്ക് ഇടുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക്, മുളക്, കറിവേപ്പില, ജീരകം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി തയ്യാർ.
വെന്ത് കുഴഞ്ഞ ചേനയും കായയും കടലയും ഒക്കെ കൂടിയുള്ളൊരു ടേസ്റ്റിയായ കറി. ചെറിയൊരു മധുരം ഉണ്ടാകും. എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ് കൂട്ടുകറിക്ക്. സദ്യയിലൊരു പ്രധാന വിഭവമാണ് ഈ കൂട്ടുകറി. ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് നേരം പച്ചക്കറി മുറിക്കാൻ വേണം, കുറച്ച് നേരം തേങ്ങ വറുക്കാൻ വേണം. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. എല്ലാ നാട്ടിലും ഇതുപോലെയാണോ തയ്യാറാക്കാമെന്ന് എനിക്കറിയില്ല. ദേശത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും, പച്ചക്കറികൾ ചേർക്കുന്നതിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ ഇങ്ങനെയാണ് തയ്യാറാക്കുക. വയനാട്ടിലെ ഓണത്തിന് ഞാനിങ്ങനെ ഒരു കറി കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ്, തൃശ്ശൂർ വന്നിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ ഭയങ്കര ടേസ്റ്റിയായ ഒരു കറിയാണ്. ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണസദ്യ ഒരു പ്രധാന വിഭവമാണല്ലോ. അപ്പം അതും കൂടി നമ്മളുടെ സദ്യയുടെ ഭാഗം തന്നെയാണ്. അതിലെ ഓരോ വിഭവങ്ങൾ ഒപ്പിക്കുന്നതും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അതിനു വേണ്ടി മാറ്റി വെക്കുന്നതും ഒക്കെ നല്ല രസകരമായൊരു പണിയാണ്. സന്തോഷകരമായി ഇതൊക്കെ ആസ്വദിക്കാൻ കുറേ ആൾ വേണം, അതുകൂടി ഇല്ല. എല്ലാം ജീവജാലങ്ങളൊക്കെയാണ് എൻ്റെ വിഭവങ്ങളുടെ ആസ്വാദകർ. അവർക്കും വേണ്ടേ, അവരെ നോക്കാനും ആരെങ്കിലും വേണ്ടല്ലേ. കായ, ചേന, കടല, പച്ചമുളക്, കുറച്ച് പൊടികൾ, വറുത്ത തേങ്ങ, പിന്നെ വറവിടുക. കൂട്ടുകറി തയ്യാർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മളുടെ കറിയൊക്കെ തയ്യാറായി, കൂട്ടുകറിയൊക്കെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ കൂട്ടുകറി തയ്യാറാക്കണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.